പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കിടക്കുന്നു. ഇന്ന് ബാലാ ത്രിപുര സുന്ദരി എന്ന ബാലാംബികയെക്കുറിച്ചാണ് ഇന്നത്തെ വരികൾ. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമനന്ദിത. ഭണ്ഡ എന്നാൽ ഒറ്റയ്ക്കാണെങ്കിലും ഈഗോ ഒരു ആർമിയാണ്, അജ്ഞതയും അതുപോലെയാണ്, ആർമിയാണ്. നമ്മളുടെ ബന്ധനങ്ങളും ആർമികളാണ്, ഓരോന്നും ഓരോ സൈന്യമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഈ ഓരോ ആർമികളും ഓരോ പെറ്റുപരികൾ, അതായത് ഇരട്ടിപ്പിലേക്ക് മാറും. അതാണ് ദ സൺസ് ഓഫ് ദ ഡെമൻ എന്നാണ് പറയുന്നത്. പുത്ര, പുത്ര എന്നാൽ ഇവിടെ ജെൻഡർ അല്ല, പുത്ര പുത്രി എന്നുള്ള അർത്ഥത്തിലല്ല. ഈ ഈഗോ അല്ലെങ്കിൽ ഈ ബന്ധനങ്ങൾ, ഈ അജ്ഞത എല്ലാം അടുത്ത തലമുറകളായി പെറ്റുപെരുകുന്നു. ഈ പെറ്റുപെരുകൾ തന്നെ ശക്തിയാണ്, അമ്മ തന്നെയാണ്. എന്നാൽ അവ ഇവിടെ പെറ്റുപെരുകുമ്പോൾ പുത്രന്മാർ ആസുരികമായ സ്വഭാവത്തോടെ, തമിഴിൽ ആണവം എന്ന് പറയും. ആണവം എന്നാൽ ഞാനുണ്ട്, ഞാനാണ് എന്നുള്ള ആ ധാരണയാണ്. അങ്ങനെയുള്ള ഭണ്ഡപുത്ര വധോദ്യുക്ത, അങ്ങനെയുള്ള ഭണ്ഡാസുരന്റെ പുത്രന്മാരെ വധിക്കാനായി അമ്മ തയ്യാറെടുത്തിരിക്കുകയാണ്. ഏത് രൂപത്തിൽ? ബാലാരൂപത്തിൽ. ബാലാരൂപത്തിൽ, കുഞ്ഞു രൂപത്തിലാണ് ബാലാ ത്രിപുര സുന്ദരി. ആ ബാല തയ്യാറായി മുൻപോട്ട് വരുന്നു, അമ്മയോട് പറയുന്നു, ഇവരെ വധിക്കാൻ ഞാൻ തന്നെ മതി, വേറെ ആരും വേണ്ട എന്ന് പറയുന്ന ആ ബാലഭദ്രയായി അമ്മ അവിടെ സ്വരൂപമെടുക്കുന്നു. അമ്മയുടെ ബാലാ ത്രിപുര സുന്ദരി ഭാവം യുവത്വമുള്ള ബാലാ സ്വരൂപത്തിൽ മുൻപോട്ട് വരുന്നു. ഇപ്പൊ രണ്ട് തരത്തിലുള്ള അർത്ഥമാണ്. ഒന്ന് വിക്രമനന്ദിത. വിക്രമ എന്നാൽ യങ്, ബ്രേവ് ആൻഡ് റിജോയ്സ്ഡ് എന്നാണ്. വീണ്ടും പറയുകയാണ്, ആനന്ദത്തോടു കൂടിയാണ് ആ കുഞ്ഞു രൂപം മുൻപിലേക്ക് വരുന്നത്. ഇവരെ വധിക്കാൻ ഞാൻ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ആ ബാലാരൂപം മുൻപിൽ വരികയാണ്. നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ബാലാരൂപം ഉണ്ട് എന്ന് നമുക്ക് പറയും, എ ചൈൽഡ് ഇൻസൈഡ് യു. അത് ഇമോഷണലായിട്ടല്ല ഇവിടെ പറയുന്നത്, ആ ധൈര്യ രൂപേണയാണ് പറയുന്നത്. അങ്ങനെയുള്ള രൂപം വരുമ്പോൾ ആ സ്വരൂപത്തിൽ അമ്മ എന്ത് ചെയ്യും? മന്ത്രിണ്യംബ വിരചിത വിഷംഗവധതോഷിത. മന്ത്രിണ്യംബ, അമ്മയുടെ മന്ത്രിണിയായ അംബ. ആരാണ് ഇവിടെ അമ്മയുടെ മന്ത്രിണിയായിട്ട് മുൻപും പറഞ്ഞതാണ്? രാജമാതങ്കി, മാതങ്കി ദേവി. മാതങ്കി ദേവി ഇവിടെ എന്ത് ചെയ്യും? അമ്മയുടെ രൂപമായിട്ട് വിരചിത, പെർഫോം ചെയ്യും. എന്താണ്? വിഷങ്കൻ. വിഷങ്കനും വിശുക്രനും കാമദേവന്റെ, അതായത് കാമേശ്വരന്റെ, പരമേശ്വരന്റെ അഗ്നിയിൽ ചുട്ടെറിഞ്ഞ കാമദേവന്റെ ചാരത്തിൽ നിന്നും പിറന്നവർ എന്നാണ് അർത്ഥം. വിഷങ്കനും വിശുക്രനും. ആ വിഷങ്കനെ ഇവിടെ നമ്മുടെ ഇന്നർ ഡെമൺ എന്നാണ് പറയുന്നത്. ഓരോ അംഗങ്ങളിലും നമ്മളുടെ ഇന്ദ്രിയങ്ങളിലും വിഷമുണ്ട്, അതാണ് വിഷങ്കൻ. ആ വിഷങ്കനെ അമ്മ ഈ രൂപത്തിൽ, മാതങ്കി രൂപത്തിൽ, രാജമാതങ്കി രൂപത്തിൽ വധതോഷിത, ഡിസ്ട്രക്റ്റിംഗ് വിത്ത് ഡിലൈറ്റ് എന്നാണ് പറയുന്നത്. രാജമാതങ്കി രൂപത്തിൽ അമ്മ നമുക്കുള്ളിലെ ഇന്നർ ഡെമൺസിനെ, അതായത് നമ്മളുടെ ഉള്ളിലെ അസുരഭാവങ്ങളെ അമ്മ സംതൃപ്തയായി ഉന്മൂലനം ചെയ്യുന്നു. ഇപ്പൊ ബാലാ ത്രിപുര സുന്ദരിയായി അമ്മ രൂപം കൊണ്ട് പുത്രന്മാരെ വധിക്കുന്നു. അസുരന്മാരുടെ പുത്രൻ, ഭണ്ഡാസുരന്റെ പുത്രനെ വധിക്കുന്നു. ഇവിടെ രാജമാതങ്കിയായി അമ്മ രണ്ടുപേരെയാണ് ചൂസ് ചെയ്യുന്നത്. ആരെയാണ്? വിഷങ്കനെയും വിശുക്രനെയും. വിഷങ്കന്റെ കാര്യം ഇവിടെ പറഞ്ഞു, വിശുക്രനെ അടുത്ത വരിയിൽ. അപ്പോൾ ആ ബാലാരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ ബാലാ ത്രിപുര സുന്ദരി ദേവിയെയും രാജമാതങ്കി ദേവിയെയുമാണ് ഈ വരികളിൽ പറഞ്ഞത്. ആ വരികളുടെ അർത്ഥമാണിത്. അപ്പോൾ വരികൾ ഇതാണ്: ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രണ്യംബാ വിരചിത വിഷംഗവധതോഷിത. ശാന്തി.
ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.